നമസ്കാരം. അത്യന്തം വേദനാജനകമായ ഒരു വാർത്തയാണ്. പക്ഷേ പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്തയാണ്. കഴിഞ്ഞ 71 ദിവസങ്ങളായി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ഇന്ന് ലഭിച്ചിരിക്കുന്നു. അർജുൻ എവിടെ? ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ഡ്രൈവർ അർജുൻ എവിടെ എന്നുള്ള ചോദ്യത്തിന് അവസാനം ഉത്തരമായിരിക്കുന്നു. ഇന്ന് അതേ ഷിരൂരിലെ പുഴയിൽ നിന്ന്, ഗംഗാവാലി പുഴയിൽ നിന്ന് തന്നെ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൻ്റെ മുൻഭാഗം കിട്ടി. അതിനുള്ളിൽ നിന്ന് അർജുൻ്റേതെന്ന് കരുതപ്പെടുന്ന മൃതദേഹാവശിഷ്ടവും കിട്ടി. അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാര്യം അത്രയധികം നമുക്കറിയാം. 71 ദിവസമായി വെള്ളത്തിൽ കിടന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാം. അതിനെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും അത് എങ്ങനെയായിരുന്നു, ആ മൃതദേഹം ഏതവസ്ഥയിലായിരുന്നു എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്ന അർജുൻ്റെ ഫാമിലിയുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ ഒരു മാനസികാവസ്ഥ കൂടി ആലോചിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറയണ്ട. എന്തായാലും അർജുൻ തന്നെ എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഈ ലോറി ഉടമ മനാഫ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ദൗത്യം ശരിക്കും കുമാർ, ഒരുപക്ഷെ മലയാളത്തിൽ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ സജീവമായതിനു ശേഷം, സമൂഹ മാധ്യമങ്ങൾ സജീവമായതിനു ശേഷം കണ്ട വളരെ സങ്കീർണമായ ഒരു രക്ഷാപ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, കാര്യം രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു തിരച്ചിൽ, ഒരു മനുഷ്യജീവന് വേണ്ടി ആദ്യഘട്ടത്തിൽ കർണാടക സർക്കാർ പോലും മുഖം തിരിച്ചിരുന്നു. ഒരു ഡ്രൈവറായ ഒരു ആൾക്ക് വേണ്ടി ഇത്ര വലിയ തിരച്ചിൽ ആവശ്യമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ മലയാളത്തിലെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വിഷയം ഏറ്റെടുക്കുകയും അത് വലിയ ശ്രദ്ധ കൊണ്ടുവരികയും അതിനെ തുടർന്നാണ് ഇത്രയും വലിയ ഒരു തിരച്ചിൽ അവിടെ നടത്തിയത്. അതും നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഈ ദുരന്തമുണ്ടാകുന്നത് ജൂലൈ 16-ാം തീയതിയാണ്. 25-ാം തീയതിയോടുകൂടിയാണ് അവിടെ തിരച്ചിൽ ആരംഭിക്കുന്നത്. ഈ മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം അവിടെ എത്തുകയും സൈന്യം തന്നെ തിരച്ചിലിന് വേണം എന്ന നിർബന്ധം പിടിക്കുകയും സൈന്യം എത്തുകയൊക്കെ ചെയ്തത്. ഈ തിരച്ചിൽ ഊർജിതമായത് ഈ ജൂലൈ 25, 26, 27 തീയതികളിലാണ്. തുടർന്നുള്ള ഒരാഴ്ച മറ്റെല്ലാ വാർത്തകളും മാറ്റിവെച്ചുകൊണ്ട് ഇതിന് തന്നെയാണ് മലയാള മാധ്യമങ്ങൾ ഒരു പ്രാധാന്യം നൽകിയത്. നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുകയും വിശദമായി തന്നെ വാർത്തകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ടും ഈ ദൗത്യം പിന്നെയും നീണ്ടുപോയി. ഇതിനിടയിൽ ഇപ്പോൾ 2 മാസം കഴിഞ്ഞു പോയിരിക്കുന്നു. 71-ാം ദിനമാണ് ഈ അവസാനം ഇതിനൊരു ഉത്തരം കിട്ടുന്നത്. ശരിക്കും ഈ ദൗത്യം ഇത്രയും നീണ്ടുപോകാൻ ഉള്ള കാരണം നമുക്ക് പ്രഥമ ദൃഷ്ട എന്താ പറയാനുള്ളത്? കാര്യം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ അതിനൊന്ന് അക്കമിട്ട് നിരത്തി പറയുകയാണെങ്കിൽ ഇതെന്താണ് ഈ ദൗത്യം ഇത്രയും നീണ്ടുപോകാൻ കാരണം? ആദ്യമായിട്ട് ഈ കർണാടക സർക്കാർ മുഖം തിരിച്ചു എന്നൊരു അഭിപ്രായത്തോട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പറയുന്നത് അങ്ങനെയാണ്. അവർ മുഖം തിരിച്ചു, അവസാനം ഒരു ഡ്രൈവറല്ലേ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു അഭിപ്രായം നമുക്കില്ല. മാത്രമല്ല, ഈ പറയുന്ന ദൗത്യം 71-ാം നാളാണ് എങ്കിൽ കൂടി ഇതൊരു വൈകിയ ദൗത്യമാണ് അല്ലെങ്കിൽ നീണ്ടുപോയ ദൗത്യമാണ് എന്നും അഭിപ്രായമില്ല. കാരണം ആ അപകടത്തിൻ്റെ വ്യാപ്തി അത്രത്തോളമായിരുന്നു. ഈ ഇന്ത്യയിൽ ഇത്രയധികം സംവിധാനങ്ങളില്ലേ, ചന്ദ്രനിൽ പോയ രാജ്യമല്ലേ എന്നൊക്കെയുള്ള പല തിയറികളും ഉണ്ടെങ്കിലും നമ്മളവിടെ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ നടന്നിരിക്കുന്ന ഒരു വലിയ മണ്ണിടിച്ചിലാണ്, ഒരു പ്രകൃതി ദുരന്തമാണ്. ഒരു പുഴയുടെയും ഒരു ദേശീയപാതയുടെയും അപ്പുറത്ത് നിന്നിരുന്ന ഒരു വലിയ മല ഇടിഞ്ഞു വീഴുകയും ആ പുഴയുടെ ഏതാണ്ട് 20-30 അടി താഴ്ചയുള്ള പുഴയുടെ മധ്യഭാഗത്തായി ആ മല രൂപപ്പെടുകയും ചെയ്തു. ഇതാണ് അതിനിടയിൽ ഈ ദേശീയപാതയിൽ ഉണ്ടായിരുന്ന വാഹനങ്ങളെയും ആളുകളെയും ചായക്കട അടക്കമുള്ളവ ഈ മണ്ണ് ഒപ്പം ഒലിച്ചു പോകുന്ന നദിയിലേക്ക് കൊണ്ടുപോയി. ഇതാണ് അവിടെ സംഭവിച്ചത്. വളരെയധികം സംഹാര രൂപിണിയായി ഒഴുകിക്കൊണ്ടിരുന്ന ഗംഗാവലി നദി, അതിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. കേരളത്തിലെ ഈ പുഴകളെപ്പോലെ അല്ല കേരളത്തിന് പുറത്തെ പുഴകൾ. അത് വലിയ പുഴയായിരുന്നു. അവിടേക്കാണ് ഈ വലിയ മണ്ണിടിച്ചിലുണ്ടായത്. തീർച്ചയായും ആരെയും പോലെ എന്താണ് ഇതിൽ ചെയ്യേണ്ടത്, ഇതിൽ ആരെങ്കിലും മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരെ എങ്ങനെ കണ്ടെത്തും എന്നൊക്കെയുള്ള ഒരു രൂപരേഖ ഉണ്ടാക്കാൻ അല്പം സമയം വേണം. ആ സമയം കർണാടക സർക്കാരും എടുത്തിട്ടുണ്ടാകും ആദ്യ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ അർജുന് വേണ്ടി അതും അവർ മുഖം തിരിച്ചു എന്നൊരഭിപ്രായം ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മളത് എടുക്കാൻ പാടില്ല. അവർ മുഖം തിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ട് എങ്കിൽ ആ 3-ാം ദിവസം അവിടെ നിന്നും ഈ പറയുന്ന ചായക്കടക്കാരുടെ മുതലാളിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ മൃതദേഹം അവർ വീണ്ടെടുത്തു. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനമോ സെർച്ച് ഓപ്പറേഷനോ ഒന്നും നടന്നിട്ടില്ല എന്നതിനർത്ഥമില്ല. പുഴയിലേക്ക് വീണതുകൊണ്ടാണ് ഇപ്പോൾ അർജുൻ്റെ ലോറി അടക്കമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വൈകിയത്. ടാങ്കർ ലോറി, അതോടൊപ്പം തന്നെ ഇപ്പോഴും 2 പേരുടെ മൃതദേഹം കണ്ടെടുത്തിട്ടില്ല. ഇവരുടെ പുഴയിലേക്ക് വീഴുക മാത്രമല്ല,
അതിന് മുകളിലൂടെ അവിടെ ഒരു മല രൂപപ്പെടുകയും ചെയ്തു എന്നത് സങ്കീർണമായ ഒരു പ്രശ്നം തന്നെയാണ്. കേരളത്തിൽ നിന്നും രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ള ആളുകൾ അവിടെ പോയി ഞാൻ ദുരന്ത നിവാരണ വിദഗ്ധനാണ് എന്ന് സ്വയം പരിചയപ്പെടുകയും അവിടെ പോയി അവിടെ നടന്നുകൊണ്ടിരുന്ന കർണാടക സർക്കാരിൻ്റെ ആദ്യം മുതലുള്ള സ്റ്റാൻഡ്, അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശികമായ രക്ഷാപ്രവർത്തകരുടെ ആദ്യം മുതലുള്ള സ്റ്റാൻഡ് എന്നത് ഈ പറയുന്ന ചായക്കടയിലുള്ള 3 പേരുടെ മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തു. അത്ര മാത്രമേ കരയിലുള്ളൂ. ഇനി നോക്കേണ്ടത് പുഴയിലാണ് എന്നവർ കൃത്യമായി മനസ്സിലാക്കുകയും പുഴയിൽ തിരച്ചിൽ തുടരുക. അതാണ് നാവികസേന ആദ്യം അവിടെ എത്തിയത്. അവരുടെ സഹായത്തോടെ അവരുടെ നാവികസേനയെ നമ്മുടെ ആവശ്യപ്പെടുന്നതിന് മുമ്പ് നാവികസേന അവിടെ എത്തിക്കഴിഞ്ഞു. അവർക്ക് അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം മുതൽ ഇന്ന് വരെ നാവികസേനയാണ് അവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്ന് പോയ ചില ദുരന്ത നിവാരണ വിദഗ്ധന്മാർ എന്നറിയപ്പെടുന്ന കപട വിദഗ്ധന്മാരും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളുമെല്ലാം കരയിലാണ്, പുഴയിലല്ല ലോറി എന്ന് സിഗ്നൽ കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിലാണ്. GPS സിഗ്നൽ ഇത്ര കൃത്യമായി എങ്ങനെ കിട്ടും എന്ന് പോലും മനസ്സിലാക്കാതെ അവിടുത്തെ രക്ഷാപ്രവർത്തകർ ഇവരുടെ വാക്കുകൾ വിശ്വസിച്ചു. അതുകൊണ്ട് ഒരു പക്ഷേ ഒരു 3-4 ദിവസം അവർക്ക് വേസ്റ്റായി. അതിലപ്പുറം ഒരു വൈകൽ ഇവിടെ ഉണ്ടായിട്ടില്ല. അല്ല, ഈ 3-4 ദിവസം എന്നുള്ളത് വളരെ നിർണായകമായിരുന്നു. ആ 3-4 ദിവസം കൊണ്ട് അന്ന് അത്രയും ഒഴുക്കുണ്ടായിരുന്ന പുഴയിൽ നിന്ന് ഈ ലോറി കണ്ടെടുക്കാനാകുമായിരുന്നു? ഒരിക്കലും ഇല്ല. കാരണം നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന സർവ്വസന്നാഹങ്ങളും ശിരൂരിലെത്തിയില്ലേ. അത് നമ്മൾ പല ടെർമിനോളജികളും കേൾക്കുന്നത് ഈ ശിരൂർ ദൗത്യത്തെ തുടർന്നാണ്. ഈ പറയുന്ന സോണാർ പരിശോധന, ഐബോർഡ് പരിശോധന, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ റഡാർ പരിശോധനകളൊക്കെ കണ്ടിട്ടുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള ആധുനികമായ സാങ്കേതിക വിദ്യകൾ അടക്കം ഉപയോഗിച്ചിട്ട് പോലും 4 പോയിന്റുകളിലേക്കാണ് ഏറ്റവും ഒടുവിലായി മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ 4 പോയിന്റിൽ എവിടെ വേണമെങ്കിലും അർജുൻ ഉണ്ടാകാം എന്നൊരു വിവരമാണ് പിന്നീട് നമുക്ക് പോയിന്റ് 2-ൽ നിന്നാണെന്ന് തോന്നുന്നു. പോയിന്റ് 2-ൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അവിടെ തന്നെയും പോയിന്റ് 4-ലാണ് ഏറ്റവും കൂടുതൽ അവർക്ക് സിഗ്നലുകൾ കിട്ടിയത്. അതുകൊണ്ട് ലോറി അവിടെ ആകാം എന്ന് അവർ പറഞ്ഞു വന്നു. പക്ഷെ അതും തെറ്റി. കാരണം അവിടെ അവർക്ക് അത്രമാത്രം, ഇന്നിപ്പോൾ ഇന്ദ്രപാൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ നിന്നും അത്രമാത്രം സിഗ്നലുകൾ കിട്ടാനുള്ള കാരണം അവിടെ ഒരു ടവർ മറിഞ്ഞു വീഴുകയും ധാരാളം ഇരുമ്പ് കേബിളുകൾ അവിടെ അടിഞ്ഞു കൂടുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് അവിടെ നിന്നും സിഗ്നലുകൾ കിട്ടിയത്. അത് ലോറിയുടേതാണ് എന്ന് പിന്നീട് നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ്. മാത്രമല്ല, അന്ന് ഈ ദുരന്തം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാധ്യമങ്ങളെല്ലാം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഈ നദി അപ്പുറത്തെ വശത്ത്, ഈ നദിയുടെ മറുകരയിലേക്ക് സുനാമി പോലെ തിര അടിച്ചു കയറുകയും അവിടുത്തെ കുറെ വീടുകൾ നശിക്കുകയും ഒക്കെ ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ എത്രമാത്രം ആഘാതത്തോടു കൂടി വേണം, ആഘാതത്തോടെ ആയിരിക്കണം ഈ മല ഈ നദിയിലേക്ക് പതിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അതെ, വലിയ രീതിയിൽ മണ്ണ് ആ നദിയിലേക്ക് വരുന്നു. 30 അടി താഴ്ചയിലുള്ള ആ നദിക്ക് മുകളിലേക്ക് ഒരു ദ്വീപ് പോലെ വരുന്നു. ഇതിനടിയിലേക്ക് വാഹനങ്ങളും ആളുകളും അകപ്പെടുന്നു. അത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റുക എന്നത് മാത്രമാണ് പോംവഴി. അല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഈ മൺകൂനയുടെ അരികിൽ ഇതിൻ്റെ ഭാഗങ്ങളുണ്ടോ, ഏതെങ്കിലും രീതിയിൽ അതല്ലാതെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ, ചെറിയ എഫേർട്ടിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ, ഇതൊക്കെയാണ് ഈ പറയുന്ന മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അന്ന് ഈ പറയുന്നത് പോലെ അണ്ടർ വാട്ടർ കറണ്ട് ഇത്രയധികം ഉള്ളതുകൊണ്ട് ആർക്കും ആ ഭാഗത്തേക്ക് അടുക്കാൻ പോലും കഴിഞ്ഞില്ല. നമുക്ക് ഈശ്വർ മാൽപ്പെ ആദ്യ ദിവസങ്ങളിൽ ഇറങ്ങിയത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ വടം പൊട്ടി അദ്ദേഹം ദൂരേക്ക് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് സേനാംഗങ്ങളാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിച്ചത്. അത്രമാത്രം ഒഴുക്കുള്ള ഒരു പുഴയിൽ രക്ഷാപ്രവർത്തനം സാധ്യമായിരുന്നില്ല. ഇന്നിപ്പോൾ കാലാവസ്ഥ ശാന്തമായി അവിടെ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചു. ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചതിൽ വേണമെങ്കിൽ നമുക്കൊരൽപ്പം കാലതാമസം ആരോപിക്കാം. കാരണം ഏതാണ്ട് 1 കോടിയോളം രൂപ ചെലവ് വരുന്ന ഒരു കാര്യമാണ്. ഇതാര് വഹിക്കും, ഈ ഒരു തുക ആര് വഹിക്കും എന്നുള്ളൊരു വലിയ ചിന്താക്കുഴപ്പമുണ്ടായിരുന്നു. പ്രാദേശിക ഭരണകൂടമാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ഏകോപിപ്പിച്ചത്. അവസാനം ഡ്രഡ്ജർ അവരുടെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ സർക്കാരിനെ സമീപിക്കുന്നതും സർക്കാർ ഉടൻ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി അതിനാവശ്യമുള്ള ഫണ്ട് അനുവദിച്ചു. എങ്കിലും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ഇതിലുടനീളം നിറഞ്ഞു നിന്ന 2 പേരുകൾ നമുക്ക് വിസ്മരിക്കാനാവില്ല. ഒന്ന് കാർവാർ MLA സതീഷ് കിഷൻ സെയിൽ. അദ്ദേഹം വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനമാണ് ആദ്യം മുതൽ നടത്തിയത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു കോർഡിനേഷൻ, ഈ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ ആദ്യ ദിനം മുതൽ എത്തിത്തുടങ്ങിയത്. അപ്പോൾ അവരെ തന്നെ നയപരമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ആദ്യ ദിനങ്ങളിൽ തന്നെ സമയോചിതമായ ഇടപെടൽ നടത്തിയ ഒരു MLA, വെറുമൊരു MLA ആയിട്ടല്ല, അതിനും ഉപരി ഒരു സ്റ്റേറ്റിൻ്റെ മുഴുവൻ പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ടാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത്. അതുപോലെ തന്നെയാണ് SP നാരായണ. അദ്ദേഹവും അവിടുത്തെ ഈ പറഞ്ഞതുപോലെ വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു അവിടെ ആദ്യ ദിനങ്ങളിൽ. ആ പ്രതികൂലമായ കാലാവസ്ഥയിൽ അതിൻ്റെ നിയന്ത്രണങ്ങൾ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട്
ഈ പറഞ്ഞതുപോലെ ആദ്യം മാധ്യമ പ്രവർത്തകരുമായി ചെറിയ ചില ഉരസലുകളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് മാധ്യമങ്ങളെ കൂടെ ചേർത്ത് നിർത്തിയുള്ള രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ. അപ്പോൾ ഈ രണ്ട് പേരുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന് പറയുന്നുണ്ട് എല്ലാവരും തന്നെ. അതുപോലെ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം ഇത് ശരിക്കും ഇനി ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ, ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണെങ്കിൽ ഇതൊരു വലിയ പാഠമല്ലേ ഇനിയെങ്കിലും? തീർച്ചയായും ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി അത് ഈ നമ്മുടെ ഈ ടെലിവിഷനിലൂടെ കാണുന്നവർക്ക് മനസ്സിലാകണമെന്നില്ല. അല്ല, ഈ 4 സ്ക്രീനിൽ ഒതുങ്ങുന്നതല്ല. ഒരു ക്യാമറ ആംഗിളിലും അത് നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് ഒരു വ്യാപ്തി കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കിയില്ല. വികാരം തള്ളിച്ചത് കൊണ്ട് ബുദ്ധിശൂന്യരൻ പോലെ പെരുമാറിയത് മലയാളികളാണ്. അവിടെ ചെന്ന് അവരുടെ രക്ഷാദൗത്യത്തെ മുഴുവൻ തെറ്റിച്ച് ഈ പറയുന്ന കാർവാർ MLA ആദ്യ ദിവസം മുതൽ പറയുന്നുണ്ട്, ഈ വാഹനവും ആളുകളും പുഴയിൽ പോയിരിക്കുന്ന മണ്ണിനടിയിലോ ഉണ്ടാകും. പക്ഷേ നമ്മളതിന് അത് അനുവദിച്ചു കൊടുത്തില്ല. ഈ കാർവാർ MLA ആദ്യത്തെ 1-2 ദിവസം എന്തുമാത്രം മാധ്യമങ്ങളുടെ പഴി കേട്ടു എന്നത് ആദ്യത്തെ ദിവസങ്ങളിലെ മാധ്യമ റിപ്പോർട്ടുകൾ എടുത്തു നോക്കണം. അതിനുശേഷം എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് പ്രിയങ്കരനായത് ഈ കാർവാർ MLA എന്നത് രഹസ്യം വേറെയാണ്. എന്തായാലും ഈ പറയുന്നത് പോലെ കാർവാർ MLA പിന്നീടാണ് മാധ്യമങ്ങളുടെയൊക്കെ തോഴനായി മാറിയത്. അദ്ദേഹം അത് നയതന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. പിന്നെയും SP-ക്കെതിരെ കേരളത്തിലെ മാധ്യമങ്ങൾ വേർ ഈസ് ദ SP എന്നും പറഞ്ഞ് പാഞ്ഞടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു ജില്ലയിലെ പോലീസിനെ നിയന്ത്രിക്കുന്ന ആളാണ് അദ്ദേഹമാണ്. അവിടെ ഈ ഇതുപോലുള്ള ഓപ്പറേഷൻ നിയന്ത്രിക്കാനുള്ള അധികാരവും പരിചയവും അദ്ദേഹത്തിൻ്റെ പരിശീലനവും ഒക്കെ അദ്ദേഹത്തിനാണ്. അപ്പോൾ അതൊക്കെ അവഗണിച്ചുകൊണ്ട് ചില മാധ്യമ ജഡ്ജിമാർ അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. മാത്രമല്ല ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ളവരെ അവിടേക്ക് കയറ്റി വിട്ടത് ആര് എന്ന ചോദ്യം അല്ല, ആര് പറഞ്ഞിട്ടാണ് ഇയാൾ അവിടെ എത്തി ഇത്രയധികം പൊങ്ങച്ചം അവിടെ കാട്ടിയത്? നമ്മളാണ് ആദ്യമായിട്ട് ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ നമ്മുടെ വാർത്തയ്ക്കെതിരെ ആളുകൾ വാളെടുത്തിരുന്നു. കാരണം നമ്മളാണ് ഈ മാധ്യമങ്ങളൊക്കെ രഞ്ജിത്ത് ഇസ്രായേലിനെ പുകഴ്ത്തുമ്പോഴും നമ്മൾ വസ്തുതകൾ വിലയിരുത്തി പറഞ്ഞത് രഞ്ജിത്ത് ഇസ്രായേലിനെ വിമർശിച്ചു. ആ സമയത്ത് ധാരാളം തെറിവിളികളാണ് ആ കുമാർ. ഒരുപക്ഷെ അതിന്റെ ലിങ്ക് ലഭ്യമാവുമെങ്കിൽ ഈ വാർത്തയുടെ ചുവടെ അതിന്റെ കമന്റിൽ അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയുടെ ലിങ്ക് ഉൾപ്പെടുത്തണം. തീർച്ചയായും. അപ്പോൾ അറിയാം കൃത്യമായിട്ട്. കാര്യം നമ്മളന്ന് കൃത്യമായി ചില പോയിന്റുകൾ പറഞ്ഞിരുന്നു. ഏതാണ്ട് ആ പോയിന്റുകൾ അതേപടി തന്നെ ഫലിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും ഒരു കാര്യം കൂടി, ഇതിൻ്റെ ഈ ഒരു ചർച്ചയുടെ അവസാനം ഒരു കാര്യം കൂടി നമ്മൾ അടുത്തൊരു ചർച്ചയ്ക്കുള്ള വിഷയമാണ്, എന്നാലും നമ്മൾ തുറന്നു വയ്ക്കുകയാണ്. ഈ പ്രത്യേകിച്ചും പശ്ചിമഘട്ട മലനിരകളിലൂടെ പോകുന്ന ഹൈവേകളുടെ നിർമ്മാണം കുറ്റമറ്റതാക്കാനുള്ള നടപടികൾ കൂടി അത് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ രണ്ടുപേരും അതിൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ്. കാര്യം നമുക്കറിയാം, ഈ പറഞ്ഞതുപോലെ പശ്ചിമഘട്ട മലനിരകളിലൊക്കെ ഒരു 6 മുതൽ 7 മാസം വരെ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. അതിൽ തന്നെ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ വലിയ കാലവർഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് വലിയ മണ്ണിടിച്ചിലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. നമുക്ക് കൊങ്കൺ റെയിൽവേയുടെ റൂട്ടൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടങ്ങളിലൂടെ ഉള്ള ഹൈവേയുടെ നിർമ്മാണം, അതിന് 4 വേ ആണെങ്കിലും 8 വേ ആണെങ്കിലും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ്. ഈ ഷിരൂർ പോലുള്ള ഇത്തരത്തിലുള്ള ഭാഗങ്ങളിൽ ഈ ഡ്രൈവർമാർ വിശ്രമിക്കാതിരിക്കാനുള്ള മുൻകരുതൽ ബോർഡുകൾ സ്ഥാപിക്കുക, മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ വയ്ക്കുക, സോളാറിൻ്റെ സഹായത്തെ അല്ലെങ്കിലും ഇത്തരം സ്ഥലങ്ങളിൽ ഈ വഴിവിളക്കുകൾ തെളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനും കൂടെ ഉള്ള ഒരു വലിയ വേദിയായി മാറട്ടെ ഈ ഒരു അപകടം എന്നുള്ളതാണ്. കാര്യം ഓരോ അപകടങ്ങളുമാണല്ലോ അടുത്ത ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ചില മുന്നൊരുക്കങ്ങൾക്ക് വഴിവെക്കുന്നത്. അപ്പം അത്തരത്തിൽ ഈ ഷിരൂർ അപകടം ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ കൂടി ഒരു ഇതാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകിച്ച് വൈകാരികമായി നമ്മൾ പല കാര്യങ്ങളും ഇന്ത്യൻ ആർമി പോരട്ടെ എന്ന് പറയുമ്പോൾ ആർമി വന്നു, പക്ഷെ ആർമിക്ക് അവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. നാവികസേനയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും അവിടെ വെള്ളത്തിനടിയിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഇവിടുന്ന് പോയ രഞ്ജിത്ത് ഇസ്രായേൽ പറഞ്ഞത് എന്താണ്? എനിക്കൊരു ഡ്രില്ലർ തരൂ, ഞാൻ കുഴിച്ചാൽ ഇപ്പോൾ എടുത്തു തരാം എന്നാണ് പറഞ്ഞത്. ഇത്തരം സത്യത്തിൽ മലയാളികളെ നാണം കെടുത്തിയ രീതിയിലുള്ള, ഇപ്പോഴും ഇന്ന് പോലും കാർവാർ MLA അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യ ദിവസം മുതൽ പറയുകയാണ്, നിങ്ങളാണ് വഴിതെറ്റിച്ചത്. പക്ഷേ ഇത്തരം ഡ്രഡ്ജർ പോലുള്ള സംവിധാനങ്ങൾ അത് ഈ നദിയിലേക്കും, ഈ ഡ്രഡ്ജറൊക്കെ സാധാരണ കടലിലും അത്തരം വലിയ നദികളിലുമൊക്കെയാണ് ഉപയോഗിക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് പറയേണ്ടത്, അതാണ് നമ്മൾ പ്രധാനമായി പറയാൻ വന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ഡ്രഡ്ജറും
ഡ്രഡ്ജറിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. എത്രമാത്രം സങ്കീർണമാണ് ആ ഡ്രഡ്ജറിൻ്റെ പ്രവർത്തനം, എന്തെല്ലാം കാര്യശേഷി ആ ഡ്രഡ്ജറിനുണ്ട് എന്നെല്ലാം നമ്മൾ കണ്ടു. ഇവിടേക്കാണ് കേരളം ഒരു ഉണ്ടയില്ല വെടിയുമായി പോയത്. കാർഷിക സർവകലാശാല കൊളവാഴ നീക്കാൻ ഉപയോഗിച്ചിരുന്ന നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഐറ്റത്തെയും കൊണ്ട് അവിടെ പോയി ഗംഗാവലി പുഴയിൽ പോയി ഈ ലോറി പൊക്കിയെടുക്കാം എന്ന ഒരു വാദമാണ് കേരള സർക്കാർ മുന്നോട്ട് വെച്ചത് എന്ന് ഓർക്കണം. കാരണം ഇത്തരം രക്ഷാദൗത്യത്തിന് തീർത്തും വാലിഡായ ധാരാളം നിർദ്ദേശങ്ങൾ കേരള സർക്കാരിന് വയ്ക്കാമായിരുന്നു. കേരള സർക്കാരിന് പ്രത്യക്ഷമായി തന്നെ ഇതിൽ പല കാര്യങ്ങളിൽ ഇടപെടാമായിരുന്നു. പക്ഷേ കേരള സർക്കാർ ഒഴിഞ്ഞു നിൽക്കുകയും ഈ പറയുന്ന പോലെ കൊളവാഴ യന്ത്രം അങ്ങോട്ട് വിടാം എന്ന മണ്ടത്തരം എഴുന്നള്ളിക്കുകയും ഒക്കെയാണ് ചെയ്തത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും ഒരു നാടിൻ്റെ ഒന്നാകെ നൊമ്പരം അർജുൻ തിരിച്ചെത്തുന്നൊരു പ്രതീക്ഷ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് ഉച്ചവരെയെങ്കിലും മനസ്സിൽ സൂക്ഷിച്ച ഒരു ജനവിഭാഗമുണ്ടായിരുന്നു. അവരെയൊക്കെ നിരാശരാക്കിക്കൊണ്ട് അർജുൻ ഇനി വരില്ല എന്നൊരു സത്യം നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. 71 ദിവസമായി കേരളം ചോദിച്ച ചോദ്യത്തിനാണ് ഇന്ന് ഉത്തരം ലഭിച്ചിരിക്കുന്നത്. ഷിരൂരിൽ നിന്നും അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ നിന്ന് അർജുൻ്റേതെന്ന് സംശയിക്കുന്ന മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നു. മറ്റ് അനന്തര നടപടികളുമായി പോവുകയാണ്. അതുമാത്രമല്ല, മിഷൻ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇനിയും 2 പേരെ കൂടി കിട്ടാനുണ്ട്. ജഗന്നാഥ് ഈ അർജുനൊപ്പം തന്നെ കാണാതെ, അതും മനുഷ്യജീവനുകളാണ്. അപ്പോൾ അവരെ കൂടി കണ്ടെത്തിയ ശേഷമേ ഈ ഡ്രഡ്ജർ മിഷൻ പൂർത്തിയാകൂ എന്നാണ് ഇപ്പോൾ സതീഷ് കിഷൻ സെയിൽ മാധ്യമപ്രവർത്തകരോട് അല്പം മുമ്പ് പറഞ്ഞത്. അതെ, നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.